ഇതും ഒരു സൈസ് പൂരം തന്നെ ഒന്ന് കൂട്ടിക്കോ. ഒരു കാലഘട്ടം മുഴുവൻ വലിയ മഹാനടന്മാരെക്കാൾ ശക്തമായ രീതിയിൽ കുടുംബ സദസ്സുകളിലെ ഈ കേരളത്തെ സംബന്ധിച്ചിട്ട് മലയാളികളായ മുഴുവൻ പ്രേക്ഷകരെയും അവരുടെ മനസ്സുകളിൽ ഇടം പിടിച്ച ഒരു നടന് ദീർഘകാലം അദ്ദേഹം സിനിമാ ലോകം അടയ്ക്കുവാണ്. കേരളം മുഴുവൻ മോഹൻലാൽ മമ്മൂട്ടി എന്ന 2 ഡിവിഷൻസിലാണ്. പക്ഷെ അവരുടെയൊക്കെ മനസ്സിൽ എവിടേക്കോ ദിലീപ് എന്ന നടനും സ്ഥാനം പിടിച്ചു തുടങ്ങി. ഇത്രയധികം ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആരാധക സമൂഹം ഇത്രയധികം ആളുകൾ പല ജില്ലകളിൽ നിന്നും പല പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെ ഈ പരിപാടിയുടെ വലിയൊരു വിജയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ദിലീപ് മാത്രമാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ വെറുതെ ഇരിക്കില്ല നല്ലവനാണ്. അയ്യോ അതെ ഒരുപാട് പേരെ സഹായിക്കും. ഇത്രയും ഹമ്പിൾ ആയിട്ടുള്ള ഒരാള് ഒരിക്കലും ദിലീപിനെ പോലത്തെ ഒരാള് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും വരും. இல்ல அவரை இன்ஸ்பயர் பண்ணி பண்ணுவாரு. ஹி இஸ் phenomenal. புகழ்றோமோ ദിലീപ് സാർ വന്നിരുங்க. മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന 2 സൂപ്പർ താരങ്ങൾ അവരുടെ കരിയറിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സാധാരണക്കാരുടെ അപ്പുറത്തേക്ക് ഒന്നും തോന്നാത്ത ഒരാൾ കടന്നു വരികയും ആർക്കും കഴിയാതെ പോയ സ്ഥലത്താണ് അഭിനയത്തിലുള്ള പ്രാവീണ്യം കൊണ്ട് ഈ വലിയ സൂപ്പർ താരങ്ങൾ വിരാജിക്കുന്ന മേഖലയിൽ ഇന്ന് ഏറ്റവും വിലമതിക്കുന്ന അഭിനേതാക്കളുള്ള ഒരാളായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നു. അമ്മയ്ക്കൊക്കെ സുഖമല്ലേ സാറേ? എന്താ സാറേ തന്റേതായ ലിമിറ്റേഷൻസിനെ തന്റെ പോസിറ്റീവ്സ് കൊണ്ട് ഇതുപോലെ ഓവർകം ചെയ്ത ഒരു നടൻ വേറെ ഉണ്ടായില്ല. പക്ഷേ പലരെക്കാളും ഉയരത്തിൽ ടാലന്റഡ് ഒരു ആക്ടറാണ് ദിലീപ്. ഒരു ഓടുന്ന സിനിമയുടെ ഘടകങ്ങളെ കുറിച്ച് ദിലീപിന് നന്നായിട്ട് അറിയാം. കാരണം അവൻ ഒരു ആക്ടറിനേക്കാൾ നല്ല ഡയറക്ടറാണ്, ഒരു ഡയറക്ടറെയും ആക്ടറേക്കാൾ നല്ല പ്രൊഡ്യൂസറാണ്. ദിലീപ് ഇല്ലായിരുന്നെങ്കിൽ 2020 എന്ന് പറയുന്ന സിനിമ സംഭവിക്കില്ല. ദിലീപിന് അറിയാൻ എന്താണ് ഒരു ആക്ടർ ആക്റ്റീവായി ഭയങ്കര വൈബ്. തീർച്ചയായിട്ടും വരും. ഈ ഡെമോ ചെയ്യുമ്പോ ആ മയമൂട്ടിന് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. இல்ல அவரை இன்ஸ்பயர் பண்ணி பண்ணுவாரு.